അസ്സലാമലൈക്കും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാൽസ്യം, ഇരുമ്പ്, നാരുകൾ തുടങ്ങിയ ഒട്ടനവധി പോഷക സമ്പുഷ്ടമായ ഭക്ഷണമാണ് റാഗി. ഈ റാഗി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളൊക്കെ നൽകുന്നത് റാഗിയുടെ തോടോട് കൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റാഗി ദോശ ഇഡലി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് റാഗിയാണ്. 1/4 കപ്പ് ഉഴുന്ന്. ഇത് നല്ലപോലെ കഴുകുക. 4-5 തവണ കഴുകുമ്പോഴാണ് വെള്ളം തെളിഞ്ഞു വരുന്നത്. വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ കഴുകി 4-5 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. 4 മണിക്കൂറിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കുക. ഇതിന് ശേഷമാണ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. റാഗി അരച്ചെടുക്കുന്ന സമയത്ത് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി കൂട്ടാനുണ്ട്. ഒന്നുകിൽ അവിൽ അല്ലെങ്കിൽ ചോറ്. ഞാനിവിടെ ചേർക്കുന്നത് ചോറാണ്. അവിലാണെങ്കിൽ 10 മിനിറ്റ് സമയം ഒന്ന് കുതിർത്തതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. റാഗിയുടെ കൂടെ അവിലാണ് ചേർക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ അവില് വെള്ളത്തിൽ കുതിർത്തിട്ട് അത് ചേർത്താൽ മതി കേട്ടോ. ചോറാണ് ചേർക്കുന്നതെങ്കിലും 3 ടേബിൾ സ്പൂൺ തന്നെയാണ് കേട്ടോ. നല്ലപോലെ തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മാവിലേക്കായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മുടെ കൈ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ മാവിലേക്ക് കൈ ഇടേണ്ടത്. കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ശേഷം ഇത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഇതാണ് ഈ മാവിന്റെ പരുവം കേട്ടോ. ഇത്ര ലൂസായാൽ മതി. രാവിലെ ആയപ്പോഴേക്കും മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു തവി ഉപയോഗിച്ച് ഈ മാവിനെ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ ചുട്ടെടുക്കാം. ആദ്യമായിട്ട് ചുട്ടെടുക്കുന്നത് ഇഡലിയാണ്. ഈ ഇഡലി തട്ടിന്റെ ഉള്ളിൽ അല്പം ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കുക. പിന്നീട് മാവ് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കരുത്. 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇഡലി ചെമ്പിലെ വെള്ളം തിളക്കുമ്പോഴേക്കും ഈ ഇഡലി തട്ട് ഇതിലേക്കായിട്ട് ഇറക്കി കൊടുക്കാം. 10 മിനിറ്റ് വീഴുമ്പോഴേക്കും ഇഡലി തയ്യാറായിട്ടുണ്ടാവും. തട്ട് മാറ്റി 2-3 മിനിറ്റിന് ശേഷം മാത്രം ഇഡലി ഇളക്കിയെടുക്കുക. ഒരു കേടും വരാതെ നമുക്ക് ഇഡലി കിട്ടും കേട്ടോ. ഇനി ദോശ തയ്യാറാക്കാം. ദോശ ചുട്ടെടുക്കുന്നതിന് വേണ്ടി പാൻ സ്റ്റൗവിലേക്ക് വെക്കുക. അതുപോലെ ഒന്ന് ചൂടാക്കുക. പിന്നീട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഈ ചട്ടിയുടെ ചൂട് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ആ വെള്ളം ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി കൊണ്ടോ മെല്ലെ തുടച്ചെടുക്കുക. ശേഷം നമുക്ക് ദോശമാവ് കോരി ഒഴിക്കാം. ദോശ കോരി ഒഴിക്കുന്ന തവിയുടെ അടിഭാഗം പരന്നിട്ടുള്ളതാണെങ്കിൽ ദോശമാവ് പരത്തിയെടുക്കാൻ വളരെ സുഖകരമായിരിക്കും. ഇനി ദോശയുടെ മുകളിലെ വെള്ളമയം മാറുന്നതോടുകൂടി ഇപ്പം നെയ്യ് കൂടി ഒന്ന് തടവി കൊടുത്താൽ ദോശയ്ക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുകയുള്ളൂ. ദോശമാവിന് കട്ടി കൂടുതലില്ലെങ്കിൽ ദോശ മറിച്ചിടേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ബാക്കി വരുന്ന മാവും ഇതുപോലെ തന്നെ ദോശ ചുട്ടെടുക്കാം. നമ്മുടെ വീട്ടിൽ വെച്ച് തയ്യാറാക്കുന്ന ഭക്ഷണങ്ങളിൽ ആഴ്ചയിൽ 1 തവണയെങ്കിലും റാഗി ഉൾപ്പെടുത്തുകയാണെങ്കിൽ റാഗിയിൽ കാൽസ്യം നല്ലപോലെ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെ ബലം ഒന്നുകൂടി ബലപ്പെടുമായിരുന്നു. അതുപോലെ തന്നെ ഉയർന്ന തോതിൽ നാരുകൾ അടങ്ങിയതിനാൽ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും. ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും സഹായിക്കുന്നു റാഗി. ഇനി നമുക്ക് ഈ ദോശയിലേക്കുള്ള ഒരു മസാല കറി തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള മീഡിയം സൈസിലുള്ള ഒരു സവാള, 2 ഉരുളൻകിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു കഷ്ണം ബീട്രൂട്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി തന്നെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഈ കുക്കറിലേക്ക് സവാള ചേർത്തിട്ട് അല്പം ഉപ്പും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക. കൂടെ തന്നെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം എരിവിന് ആവശ്യമായ 2-3 പച്ചമുളകും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും, 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കുക്കർ മൂടി വെച്ച് 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ചേർത്തിട്ട് വേണം കുക്കർ മൂടി വെക്കാൻ വേണ്ടിയിട്ട്. 3-4 വിസിലിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത്
ഇതിലെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു തുറന്ന ഒരു തവി കൊണ്ട് നല്ല പോലെ ഒന്ന് കുത്തി ഉടച്ചാൽ അല്പം കറിവേപ്പില കൂടെ ചേർത്ത് വേണമെങ്കിൽ താളിച്ചൊഴിക്കാം. അതിന്റെ ആവശ്യം വരുന്നില്ല, കാരണം സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുത്തതാണ്. പിന്നെ ഒന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല, വേണ്ടവർക്ക് ആവാം. ഉപ്പ് പാകമാണോ നോക്കുക. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കറി തയ്യാറായി. ഈ റാഗി ദോശക്കും ഇഡലിക്കും ചേരുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.